ഈ കാണുന്ന ഈ ഒരു ഹോൾസ് ആണ് നമ്മുടെ ഏതൊരു സ്റ്റോൺ എടുത്താലും നമുക്ക് വരുന്നത്. ഒനിക്സ് മാർബിൾ അല്ലേ? മാർബിൾ പ്രേമികളുടെ രാജകുമാരൻ എന്നൊക്കെ നമുക്ക് ഒനിക്സിനെ വിശേഷിപ്പിക്കും. ആരും ഒന്ന് ഇടണം, ഒരു പീസെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കും ഈ സാധനം. പൊതുവിൽ മാർബിൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ആദ്യം വരുന്നത് ഇറ്റാലിയൻ മാർബിൾ ആണ്. അതൊരു ലക്ഷറി പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്, ഇങ്ങനെയുള്ള ധാരണയുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഇത്തരത്തിലുള്ള ബ്ലോക്കുകളാണ് ശരിക്കും ആ ഒരു ഫൈൻ പ്രോഡക്റ്റിലേക്ക് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വീടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഡെലിവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു വീടാണെങ്കിലും 2 വീടാണെങ്കിലും 3 വീടാണെങ്കിലും എത്ര ആണെങ്കിലും നമ്മൾ അത് എവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യും. ഇറ്റാലിയൻ മാർബിൾസ് നമ്മളൊരു വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫ്ലോറിങ്ങിലേക്ക് നമ്മൾ ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഫ്ലോറിംഗ് മെറ്റീരിയലുകളിൽ ഒന്നാണ് ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുന്നത്. ശരിക്കേ നമ്മൾ കാണുന്ന ഇറ്റാലിയൻ മാർബിൾ ഉണ്ട് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ഒരു 20 mm അല്ലെങ്കിൽ 80 mm തിക്നെസ്സിലുള്ള ഫൈൻ പ്രോഡക്റ്റ്. പക്ഷേ ശരിക്കും അതല്ല ഒരു ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർബിൾ എന്ന് പറയുന്നത്. ആ മാർബിൾ ശരിക്കും എങ്ങനെയാണ്? എൻ്റെ പുറകിൽ കാണുന്ന ഇത്തരത്തിലുള്ള ബ്ലോക്കുകളാണ് ശരിക്കും ആ ഒരു ഫൈൻ പ്രോഡക്റ്റിലേക്ക് മാറുന്നത്. ഞാനുള്ളത് നമ്മുടെ രാജസ്ഥാനിൽ ഇത്തരം ബ്ലോക്കുകളെ മേക്ക് ചെയ്തിട്ട് ഒരു ഫൈൻ പ്രോഡക്റ്റിലേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ടറിയിലാണുള്ളത്. ഇവിടുന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും ബെറ്റർ മെറ്റീരിയൽ ഹോം ഡെലിവറി ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ഈ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കും. ഈ ഒരു മാർബിൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എവിടെയൊക്കെ പറ്റിക്കപ്പെടാം, എങ്ങനെ ഒരു ഫൈൻ പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം, ഇത് ടൈൽസിനെ അപേക്ഷിച്ചിട്ട് എത്രത്തോളം കോസ്റ്റ് കൂടുതലാണ് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കും. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഒരുപാട് നാളുകൊണ്ട് ഞാൻ തിരക്കി നടന്ന ഒരാളാണ്. ശരിക്കും എൻ്റെ ഒരു ആഗ്രഹം വരുന്നത് കേട്ടോ ഇത്തരത്തിലുള്ള ഒരു മാർബിളിൻ്റെ ഫാക്ടറി കാണണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മുടെ സാജിദ് ബ്രോയാണ് നമ്മളവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? ഓസ്കാർ വെഞ്ചേഴ്സ് അല്ലേ? നമ്മൾ എത്ര വർഷമായിട്ട് ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്? നമ്മൾ ഏകദേശം ഒരു 10-13 വർഷം പോലായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട്. ആണല്ലേ? അതെ, നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഫീൽഡിൽ നമ്മൾ നാച്ചുറൽ സ്റ്റോൺസ് ഡയറക്റ്റ് രാജസ്ഥാനിൽ സപ്ലൈ ചെയ്യുന്നതാണ്. അതെ, ഞാനേ ശരിക്കും ഇവിടെ വരുന്ന സമയത്തെ നമുക്ക് ഇതിൻ്റെ കോറി കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം, ഇതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു വെച്ച കുറേ കാര്യങ്ങൾ അങ്ങനെ അല്ല. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സാധനം. തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഞാനിന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കൂടി പങ്കുവെക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എനിക്ക് ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് കുറേ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ കാണുന്ന ഒരു ഫൈൻ പ്രോഡക്റ്റ് അല്ല ഒരിക്കലും ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുന്നത് അല്ലേ? ഇതുപോലുള്ള ബ്ലോക്കുകൾ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം ഒന്ന് പറയാമോ? അതായത് നമുക്കിത് ബ്ലോക്കുകളാണ് ഫസ്റ്റ് വരുന്നത്. ഇത് നമ്മളെ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ബ്ലോക്കുകൾ വന്നിട്ട് ഇതിന്റെ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത് നമുക്ക് ഇന്ത്യയിലാണ്, രാജസ്ഥാനിലാണ്. അതെ, രാജസ്ഥാനിൽ വെച്ചിട്ട്. അതിൽ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടു വണ്ടിയിൽ നിന്ന് അൺലോഡ് ചെയ്യുന്നത്. അതെ, അൺലോഡ് ചെയ്തിട്ട് ഇത് ബ്ലോക്കുകളായിട്ട് സെറ്റ് ചെയ്യും. പിന്നെ അതിന്റെ ഫസ്റ്റ് പ്രോസസ്സിംഗ് പറഞ്ഞാൽ വാക്യൂം ചെയ്യുന്നതാണ്. വാക്യൂം ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇതിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് എയർ എടുത്തിട്ട് ഒഴിവാക്കിയിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വാക്യൂം പ്രോസസ് ആണ് അല്ലേ? വാക്യൂം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ആയിട്ടുള്ള കെമിക്കൽ ആഡ് ചെയ്തിട്ട് അതിൽ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്യും. ഈ കെമിക്കൽ ആഡ് ചെയ്യുന്ന കേസ് പറഞ്ഞല്ലോ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സാധനം അതാണ്. അതായത് നമുക്ക് ഏതൊരു മാർബിൾ അവൈലബിൾ ആണോ ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലാണ്ട് നമുക്കൊരു മാർബിൾ കിട്ടൂല. ഇല്ല, ഇറ്റാലിയൻ മാർബിൾ ഒരിക്കലും നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലാത്തൊരു മാർബിൾ നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയത്തില്ല. ഇല്ല, അതിൽ ഓരോ ഘട്ടങ്ങളാണ്. ഇതിപ്പോ അതിന്റെ ആരംഭഘട്ടമാണ്. അത് തന്നെ ശരിക്കും പറഞ്ഞ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ മുകളിൽ കൂടെ ആണ് കാര്യങ്ങൾ വരുന്നത്, കെമിക്കൽ കാര്യങ്ങൾ വരുന്നത്. ഇതിന്റെ ആരംഭഘട്ടമാണ് വരുന്നത്. ഈ അടുത്ത പ്രോസസ്സിംഗ് ആണ് ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഒരു ഫൈൻ പ്രൊഡക്റ്റ് നമ്മൾ നേരെ ഒരു വീട്ടിൽ കാണുന്ന വിരിച്ച സംഗതി നമ്മൾ കാണുന്നത്. ഇതിന്റെ പിന്നോട്ടുള്ള സംഗതി ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളെ ഇപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞല്ലോ. ഇപ്പം പൊതുവിൽ മാർബിൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ആദ്യം വരുന്നത് ഇറ്റാലിയൻ മാർബിൾ ആണ്. അതൊരു ലക്ഷറി പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്, ഇങ്ങനെയുള്ള ധാരണയുണ്ട്. ഇറ്റലിയിൽ നിന്ന് അല്ലാണ്ട് നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഇത്തരം പ്രോഡക്റ്റുകൾ വരുന്നത്? ബ്രസീലിൽ നിന്ന് വരുന്നുണ്ട്, ബ്രസീൽ വരുന്നുണ്ട്, കൊറിയ വരുന്നുണ്ട്, ടർക്കി വരുന്നുണ്ട്, അത് ഈജിപ്ത് അല്ലേ? ഈജിപ്തിൽ നിന്ന് വരുന്നുണ്ട്. ഓരോ മെറ്റീരിയൽ ഓരോ ഏരിയ നിന്നാണ് വരുന്നത്. നമ്മുടെ സ്വന്തം ബ്രാൻഡ് ഇന്ത്യയിലും
നമുക്ക് ഇത് അവൈലബിൾ ആണ്. അതെ. ഓക്കെ, ഇനിയേ നമുക്ക് അതിലേക്ക് വരാം. ഇപ്പൊ ഇതിനകത്ത് ഡിഫറെന്റ് കളേഴ്സ് ആണ് കാണുന്നത്. ഇപ്പൊ ആ കാണുന്നതല്ല, ഇതൊരു ഗ്രേ ഷെയ്ഡാണ്. ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തെർമോകോൾ ഫിനിഷ് പോലെയാണ് ഈ സാധനം ഇരിക്കുന്നത് അല്ലേ? ട്രാവന്റീനോ എന്ന് പറയും ഇത് മെറ്റീരിയലിന്. ട്രാവന്റീനോ ഇത് അത്യാവശ്യം നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ഫിനിഷിങ് ആഫ്റ്റർ ഫിനിഷിങ് ഈ ഒരു ഓൾസും ഒരിക്കലും നമുക്കത് കാണാൻ പറ്റില്ല. അതാണ് അതിന്റെ കെമിക്കൽ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് ഈ സാധനങ്ങൾ. ശരി, അപ്പം നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് കൊണ്ടുവരുന്നു. അതെ, ഇതിനെ ഫസ്റ്റ് ചെയ്യുന്നത് വാക്വം ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോസസ് അടുത്ത് നമ്മൾ വാക്വത്തിൽ നിന്ന് നേരെ സ്ലൈസിങ്ങിലോട്ട് പോകും. സ്ലൈസിങ്ങിലേക്ക്, അതായത് ഇതിന്റെ തിക്നെസ്സിൽ വെച്ചിട്ട് ഇതിൽ 16-18 mm തിക്നെസ് ആണ് വരിക. ആ തിക്നെസ്സിന് ഡിപ്പെൻഡ് ചെയ്ത് അത് അവിടെ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മെഷീനിലോട്ട് സ്ലൈസ് ചെയ്യാം. ഈ ബ്ലോക്ക് അങ്ങോട്ട് കയറ്റും. നമുക്ക് ഇതിൽ വരുന്നത് 2 തരം പ്രോസസ്സിംഗ് ആണ് വരുന്നത്. മാനുവലും പ്ലാന്റഡും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇപ്പൊ കാണാൻ പോകുന്നത് പ്ലാന്റഡ് അപ്പോക്സി. ഇപ്പൊ നമ്മൾ നേരത്തെ പറയില്ല കെമിക്കൽ ആഡ് ചെയ്യുന്ന അറിയില്ല. സ്ലൈസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ ബ്ലോക്കുകളെ നമുക്ക് വേണ്ട തിക്നെസ്സിലേക്ക് സ്ലൈസ് ചെയ്യലാണ് അല്ലേ? അതിനെ കാണുന്നതാണ് ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇവിടെ വാക്വം കഴിഞ്ഞാല് അതിന്റെ അടുത്ത പ്രൊസീജിയർ എന്നാല് ഈ റെയിലിലേക്ക് ഈ റെയിൽ സെറ്റ് ചെയ്യണം ആദ്യം. ആ ബ്ലോക്ക് വരുന്ന മുന്നേ ഇത് 16 mm ആണോ 18 mm ആണോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് തിക്നെസ് സെറ്റ് ചെയ്യും. ഇതിന്റെ പൊടി കാര്യങ്ങളൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യുന്നത് അല്ലേ? കറക്റ്റ് കെമിക്കലോ കാര്യങ്ങളൊന്നും നാച്ചുറൽ വാട്ടർ ആണ് ഇത് വരുന്നത്. സ്ലൈസിങ് കണ്ടോ? ഈ സ്ലൈസിങ് ഏകദേശം ഒരു 8 to 10 മണിക്കൂറാണ് ആവറേജ് സ്ലൈസിങ് എടുക്കുന്ന ടൈം. അത് കഴിഞ്ഞിട്ട് നേരെ അതിന് സ്ലൈസ് ചെയ്ത ഭാഗം വരുന്നത്. ഇതാണ് നമ്മൾ മേജർ അതിന്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത്. ഏത് പ്ലാന്റഡ് അപ്പോക്സി അതിന്റെ പ്രോസസ്സിംഗ് വരുന്നത് ഈ മെഷീനിലാണ് നമ്മൾ പിന്നീട് ഓരോ സ്ലാബുകൾ പീസ് ആയിട്ട് വന്നിട്ട് ഇതിൽ കയറിയിട്ട് ഹീറ്റ് ആവും. 60 ഡിഗ്രിയിൽ ഇത് ഹീറ്റ് ആവും. ഓക്കെ, അതായത് നമ്മള് അവിടെ നിന്ന് കട്ട് ചെയ്ത സ്ലാബാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു 80 mm തിക്നെസ് ആണ്. 80 mm തിക്നെസ് ആണ്. 80 കട്ട് ചെയ്യുന്നുണ്ട്, 16 കട്ട് ചെയ്യുന്നുണ്ട്, 20 കട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൂടുതൽ ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ പിന്നെ പറഞ്ഞ പോലെ ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ബ്ലോക്ക് നോക്കി സെലക്ട് ചെയ്ത് ബ്ലോക്ക് എടുത്ത് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് കെമിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇത് കാണുന്നത്. ഈ കാണുന്ന ഈ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പോക്സി ആണ്. അപ്പോക്സി ഫിനിഷിംഗ് ആണ്. ഇനി ഇത് എല്ലാ സ്ലാബും ഇങ്ങനെ ചെയ്യൂല. ഡിസ്പ്ലേ പീസ് ആണ് വരുന്നത്. എല്ലാ സ്ലാബ് നോർമലി ഇങ്ങനെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് വെക്കുള്ളൂ. നമ്മളിപ്പോ അവിടെ നിന്നൊക്കെ കണ്ട ആ ഒരു ഫസ്റ്റ് ഒരു ബ്ലോക്ക് ഫൈനൽ സ്റ്റേജിൽ അതിന്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ? അതായത് നമ്മളൊരു വീട്ടിലേക്ക് വിരിച്ചാൽ ഇത് എങ്ങനെ ഇരിക്കുന്നുള്ള ഒരു പീസാണിത്. പോളിഷ് ചെയ്തത് ഇത് പോളിഷ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന ഓരോ ബ്ലോക്കിനും ഓരോ കളറാണ് അല്ലെ, ഓരോ പാറ്റേൺ ആണ്. അത് ശരിക്കും ആ പ്രോസസ് ചെയ്ത് വന്നാൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ അതിന് വേണ്ടിയാണ് ഇത് ഡിസ്പ്ലേ പീസ് ആയിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഓരോ ബ്ലോക്കിന്റെ ഫ്രണ്ടിലും ഡിസ്പ്ലേ പീസ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മളിതിനെ കൂടുതൽ ബ്ലോക്ക് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വരാറില്ല. നമുക്ക് ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെയൊക്കെ ഡിസ്പ്ലേ എങ്ങനെയാണ് കാണാൻ സാധിക്കും? നമ്മൾ ഫോട്ടോസും വീഡിയോസും നമ്മൾ കൂടുതൽ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഫാക്ടറി നേരിട്ട് വരാമല്ലോ. നമ്മളെ കൂടെ വരണമെങ്കിൽ നമ്മളെ കൂടെ വരാം. കൂടുതൽ നമ്മൾ ഇത്രയും വർഷം ഫോട്ടോസും വീഡിയോസും ആയിട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ അങ്ങോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യൽ, ബ്ലോക്ക് എടുത്ത പോലെ സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യൽ. നമ്മളൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് കൂടുതൽ. ഇത് മാനുവൽ അപ്പോക്സി ചെയ്യുന്നത്. നമ്മൾ സാധാരണ അതായത് ഫസ്റ്റ് വാക്വം ചെയ്യുന്നു, വാക്വത്തിൽ നിന്ന് നേരെ സ്ലൈസിങ്ങിലോട്ട് പോകുന്നു, സ്ലൈസിങ്ങിലോട്ട് നേരെ സ്ലൈസിംഗ് ഇങ്ങോട്ട് വരുന്നു. അതെന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്? അതായത് പ്ലാന്റഡ് അപ്പോക്സി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഫില്ലിങ് കൂടുതലുള്ളതിലാണ് ഈ പ്ലാന്റഡ് അപ്പോക്സി ചെയ്യാറ്. മാനുവൽ അപ്പോക്സി കമ്പാരിറ്റീവ്ലി ഫില്ലിംഗ് എന്ന് പറഞ്ഞ സാധനം കുറവായിരിക്കും. നമ്മളിപ്പോൾ ഏത് സ്റ്റോൺ എടുത്താലും ഇതിനകത്ത് ഡോട്ടഡ് ഉണ്ടാവും. ഫില്ലിംഗ് 100% ഉണ്ടാവും. ഇന്ത്യ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയൂല. അതൊരു ഇറ്റാലിയൻ മാർബിളും ഇത് ഫില്ലിംഗ് ഇല്ല, ഇത് 100% സീറോ ഫില്ലിംഗ് നമുക്ക് ഒരിക്കലും കഴിയൂല കൊടുക്കാൻ. ആ ഇരിക്കുന്ന എല്ലാം നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടഡ് കെമിക്കൽസ്. അതെ, ഇമ്പോർട്ടഡ് കെമിക്കലാണ്. ഇത് നമ്മൾ ഇന്ത്യൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടല്ല ഇതൊന്നും കെമിക്കൽ ചെയ്യുന്നത്. ഇതെല്ലാം പുറത്തത്തെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം കെമിക്കൽ ചെയ്യുന്നത്. നമുക്ക് ഇതൊരു സാധാരണക്കാരായ ഒരു മനുഷ്യൻ, അതായത് ഒരു വീട്ടിലേക്ക് എനിക്ക് ഈ മാർബിള് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെ കോൺടാക്ട് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഒരു വീടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഡെലിവറി ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു വീടാണെങ്കിലും 2 വീടാണെങ്കിലും 3 ആണെങ്കിലും എത്ര ആണെങ്കിലും നമ്മൾ അത് എവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യും. ഓൾ ഓവർ കേരള നമ്മൾ ഫ്രീ ഡെലിവറി, നമ്മൾ വീടിന്റെ മുറ്റത്ത് എത്തിക്കാനുള്ള റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹോം ഡെലിവറി ആണ് കേട്ടോ. അപ്പൊ ഇനി റേറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ്? സ്റ്റാർട്ടിംഗ് ഒരു 245, 250 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു ആന്റിക് പേജ് പറഞ്ഞൊരു ഡിസൈൻ ആണ് വരുന്നത്. ഇതൊരു 265 മുതലാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇത് ഷുഗർ ബേജ് ആയിരുന്നു. ഇതും വരുമ്പോഴേ റേറ്റ് എത്ര? ഒരു 275, 280 മുതൽ 75
weight മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതെ. ഇതിന്റെ പോളിഷിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അതായത് വിരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം വർക്ക് ഇത് നമ്മൾ മെറ്റീരിയലിന്റെ ഒരു സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് ആണ് പറയുന്നത്. അതിപ്പോ ഒരാൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നാണ് ആ വീട്ടിൽ എത്തിക്കാനുള്ള റേറ്റ് നമ്മൾ പറയുന്നത്. അല്ല, നിങ്ങളുടെ കയ്യിൽ ഇത് കറക്റ്റ് ആയിട്ട് ലേ ചെയ്യാനുള്ള വർക്കേഴ്സ് ഉണ്ട്? നമ്മുടെ ലേബേഴ്സ് നമുക്കുണ്ട്. ലേബേഴ്സ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ലേബേഴ്സ് തന്നെ ചെയ്യണം, നമുക്ക് നിർബന്ധം. അല്ല, അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തീർച്ചയായും വേണ്ടിട്ട് ലേബേഴ്സ് ഉണ്ട്. നമ്മൾ ഇപ്പൊ കണ്ടത് ഒരു ബേജ് കളർ ആണെങ്കിൽ കുറച്ചുകൂടെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഗ്രേ ഫിനിഷ്. ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പേരെന്താണ്? വില്യം ഗ്രേ എന്നാ പറയുന്നത്. പേരിന്റെ ഒരു കാര്യം വെച്ചാല് ഇത് നാട്ടിൽ പലതും പല പേരുകളായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അതാണ് ഇതിൽ പേരിൽ വലിയൊരു കാര്യം ഇതിലില്ല. പല പേര് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ആ വില്യം ഗ്രേ ചോദിക്കാം. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. വില്യം ഗ്രേ തന്നെ ഇതിൽ തന്നെ ഡിസൈൻസിൽ അങ്ങോട്ട് കൂടി വേരിയേഷൻ ഉള്ള പല സാധനങ്ങളും വരുന്നുണ്ട്. ശരി, ഇതൊരു 300-320 രൂപ മുതൽ നമുക്ക് കൊടുത്തു കൊടുക്കാം. 18 mm തിക്നെസ് വരും. 300-330 റേഞ്ച് മുതൽ നമുക്ക് കൊടുത്തു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് നമുക്ക് വേറെ ഒരു കോസ്റ്റും ഇല്ലാതെ ഹോം ഡെലിവറി ആണ് ഈ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻ ടൈപ്സ് ഓഫ് ഗ്രേസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഡാർക്ക് ആണ് അല്ലേ? അതെ. ഇതിന് വേറെ ഒരു നെയിമാണ് വരിക. ഓരോന്നിനും പേരാ വരുന്നത്. അതെ. ഇത് എത്ര ആയിരിക്കും വരിക? സെയിം തന്നെയാണോ? ഇത് ഏകദേശം ഒരു 330-40 റേഞ്ച് തന്നെ വരുന്നത് ഇതിന്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പാണ്ട സീരീസ് എന്നൊക്കെ പറയാം അല്ലേ? ഇത് രണ്ടും അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഒരു പാണ്ട ലുക്ക് വരുന്നത്. പാണ്ട ലുക്ക് ബാക്കില് കൂടുതൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു സാധനം. ഇത് ശരിക്കും ഒരുപാട് നമ്മുടെ ടേബിൾ ടോപ്പ് ആയിട്ട് ഈ സാധനം കാണുന്നുണ്ട് അല്ലേ? ടേബിളിന്റെ യൂസ് ചെയ്യും, ഹൈലൈറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഫസ്റ്റിൽ കണ്ട മെറ്റീരിയൽസ് എല്ലാം ഈ ആ ഗ്രേ ഒക്കെ നമുക്ക് ഫ്ലോർ മൊത്തം യൂസ് ചെയ്യാൻ പറ്റും. അതെ. ഫസ്റ്റിൽ കണ്ട ബേജ് കളേഴ്സും ഈ ഗ്രേ എല്ലാം നമുക്ക് ഫ്ലോർ മൊത്തം യൂസ് ചെയ്യാം. ഇതൊക്കെ കൂടുതൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ടേബിൾ ടോപ്പ്, ഹൈലൈറ്റിങ്, ഓരോരോ ഏരിയ, ഒരു സ്പെസിഫൈഡ് ഏരിയാസ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് പോർച്ചുഗലിന്റെ ഒരു മെറ്റീരിയൽ കാണിച്ചാൽ. പോർച്ചുഗലിന്റെ മെറ്റീരിയൽ ആണ് ഇത്. ഏകദേശം അല്ലേ? നിങ്ങളെ കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു എത്ര റേറ്റ് ഇതിന് നിങ്ങളൊരു ഇതിലുണ്ടാവും? ഇത് ഏകദേശം എൻ്റെ ഒരു 600, ഒരു 700 ആ റേറ്റ് വരും. 550 രൂപ നമുക്ക് ഈ സാധനം 550 രൂപ അല്ലേ? പോർച്ചുഗലിന്റെ സാധനം. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ഒരു ലാമിനേറ്റ് ആണ്. അതാണ് അത് സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഇത് ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോൾ നമ്മൾ ഷിപ്പാണ് ചെയ്യുന്നത്. അതെ. ഇവിടുന്ന് നേരെ കണ്ടെയ്നർ നേരെ വന്ന് അങ്ങനെ 1-2 ഒരു സർക്കിൾ കഴിഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതിനൊരു കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത്രയും സേഫ്റ്റിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ആ സ്ലൈസിങ്ങിനെ കുറിച്ച് ഇവിടെയാണ് അത് പറയാനുള്ളത് കേട്ടോ. കൃത്യം ഈ ഇരിക്കുന്ന ഏകദേശം ഒരു 20ഓളം പീസ് കൃത്യം ഒരു തിക്നെസ് ആണ് അല്ലേ? നമുക്കത് പ്രോപ്പറായിട്ട് ലേ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ മെഷീൻ സ്ലൈസിങ്ങിൻ്റെ ആ ഗുണം ഇതിനകത്ത് നമുക്ക് കാണാനും ഉണ്ട്. ഒരു വ്യത്യാസവും ഇല്ല അല്ലേ? നമുക്ക് ഇപ്പോൾ സ്റ്റെപ്പിലേക്കൊക്കെ ചെയ്യുവാണെങ്കിലും അത് നമ്മളെ രണ്ടാമത്തെ പ്രൊസീജിയർ, ആ ബ്ലേഡ് സെറ്റ് ചെയ്യുന്നിടത്തുള്ള കഴിവാണ് ഈ കാണുന്നത് നമ്മൾ. അതെ. നമ്മളെ ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞൊരു ട്രാവൻറ്റീനോടെ ബ്ലോക്കിനെ കുറിച്ചിട്ട് പറഞ്ഞു. പിന്നെ നമ്മളത് വിട്ടുപോയതാണ്. പിന്നീട് ഞാൻ അതിങ്ങനെ നോക്കി നടക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ഹോൾസാണ് നമ്മുടെ ഏതൊരു സ്റ്റോൺ എടുത്താലും നമുക്ക് വരുന്നത് അല്ലേ? അത് ഇറ്റാലിയൻ മാർബിൾ ആവട്ടെ അല്ലേ, ടർക്കിഷ് മാർബിൾ ആവട്ടെ, ഏത് മാർബിൾ, ഇന്ത്യൻ മാർബിൾ ആയാലും നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഈ ഒരു ഫിനിഷിലാണ്. ഇതുപോലുള്ള കുഴികളും കുന്നുകളൊക്കെ ഉള്ള പ്രോഡക്റ്റാണ്. ഇതിനെയാണ് നമ്മൾ അപ്പോക്സിയൊക്കെ ഫില്ല് ചെയ്ത് ഒരു ഫൈൻ ഫിനിഷാക്കിയിട്ട് ഒനിക്സ് മാർബിൾ അല്ലേ? മാർബിൾ പ്രേമികളുടെ രാജകുമാരൻ എന്നൊക്കെ നമുക്ക് ഒനിക്സിനെ വിശേഷിപ്പിക്കും. ആരും ഒന്ന് ഇടണം, ഒരു പീസെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കും ഈ സാധനം. റേറ്റ് കേൾക്കുമ്പോൾ ചെറിയൊരു ആഗ്രഹം, എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ജസ്റ്റ് ഒരു പോർഷൻ എവിടെയെങ്കിലും. എന്റെ അറിവിൽ ഇത് ഫ്ലോറിൽ വിരിക്കല് വളരെ കുറവാണ്. ആരും അങ്ങനെ വിരിക്കലില്ല എന്ന് തന്നെ പറയാം. സ്റ്റെയറിനൊക്കെ യൂസ് ചെയ്യാറ്. അതെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് ട്രാൻസ്പെറന്റ് ആണ്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇത് വരും അല്ലേ? ഇതിന്റെ എത്ര വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക്? ഇതിന്റെ ഒരുപാട് ഉണ്ട് ഇവിടെ നമുക്ക് കാണാം. ഏകദേശം ഇതിന്റെ റേറ്റ് തന്നെ പറയുന്നുണ്ട് 1000-800 മുതൽ ഒരു 4000-4500 രൂപ വരെയുള്ള മെറ്റീരിയലുകൾ ഇപ്പം നിലവിൽ ഇവിടെ അവൈലബിൾ ഉണ്ട്. നമുക്കങ്ങനെ ഒരു ബ്ലൂ ക്രിസ്റ്റൽസ് ഇങ്ങനെ വരുന്നത് കാണാം. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. രസമുള്ള സാധനം. വീടുണ്ടാക്കുന്ന കുറച്ചൊരു പ്രീമിയം വീടുണ്ടാക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ഒരു ചെറിയ സിംഗിൾ പോർഷൻ നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇടണം എന്ന് നമ്മൾ ആഗ്രഹിക്കും ഈ ഒനിക്സ് മാർബിൾ യൂസ് ചെയ്യാൻ. ഓക്കെ, കുറേ കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ഇതിന്റെ പുറകിൽ കളർ ഷീറ്റുകൾ വെച്ചിരിക്കുന്നത് കാണുന്നത്. അത് ശരിക്കും ഇതിന്റെ ആ ഒരു കളർ നമ്മൾ നേരത്തെ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞു. ആ ബ്ലൂ ഷീറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ആ ഒരു ബ്ലൂ ഫിനിഷിങ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോ ആ ഒരു ഷീറ്റ് വെച്ചതുകൊണ്ടാണ് ഇതിലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്നും വെട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ലാതെ
ഈ ബ്ലൂ കളർ കാണുന്നത്. കളറാ ഇതിലുള്ള നാച്ചുറൽ ലൈൻസ് വരുന്നത് ഈ ലൈൻസ് ആണ്. ഈ ലൈൻസ് ആണ്. ദാ ഈ ലൈൻസ് ആണ് ഇതിൽ നാച്ചുറൽ ലൈൻസ് വരുന്നത്. ഓക്കെ ബാക്കി നമ്മൾ ആ ബാക്കിൽ ഷീറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. അത് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഡ് ആണ് ഈ റെഡ്. ഇപ്പൊ ഇതൊരു ഒലീവ് കളർ വിട്ടിട്ട് പോവാ ആ മെറ്റീരിയൽ നോക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇത് കസ്റ്റമൈസേഷൻ ആണ്, 100% കസ്റ്റമൈസേഷൻ ആണ്. അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇത് എല്ലാവരും ഫ്ലോറിൽ യൂസ് ചെയ്യൂല. അതെ, വളരെ റയർ. ഇപ്പൊ ഇതാ റെഡ് ആണ്. അതെ, നല്ല ഒരു ഡാർക്ക് റെഡ് കളർ വന്നിട്ട്, ഡാർക്ക് റെഡ് കളർ ആണെന്നുള്ളത് ഒരു ബ്രിക്ക് റെഡ് പോലെ. അതിന്റെ ഈ ബ്രിക്ക് കളർ ഹൈലൈറ്റിംഗ് പോർഷൻ മൊത്തം വരുന്നത് ആ സാധനം, അതിന്റെ റെഡ് കളർ എടുത്ത് കാണിക്കുന്നത്. ബട്ട് അതിന്റെ ലൈൻസ് നാച്ചുറൽ ആയിട്ട് പോകുന്നുണ്ട്. അതെ, ഇത് നേരെ നമുക്കൊരു നോർമൽ റെഡിലേക്ക് പോയി. അതെ, സാധാ റെഡ്. ഇനി അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് യെല്ലോ അതിന്റെ അവിടെ ഓറഞ്ച് എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അവർ വാട്സപ്പ് ചെയ്ത് തരും. ഫാക്ടറി വിസിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി സാമ്പിൾ പീസ് എനിക്ക് നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ വിരിച്ച സൈറ്റുകൾ നമുക്ക് വിസിറ്റ് ചെയ്യണം. അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വിരിച്ച സൈറ്റുകൾ പോയിട്ട്, നമ്മൾ ചെയ്ത സൈറ്റുകൾ പോയിട്ട് നമുക്ക് എന്തെങ്കിലും വിസിറ്റ് ചെയ്യാം. കൂടുതൽ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് ഇനി നമ്മളെ കൂടെ അവർ വരണം, പിന്നെ അവർക്ക് നമ്മളെ കൂടെ വരാം. ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നോക്കാം അല്ലേ. രാജസ്ഥാൻ വരെ വരണം. അടിപൊളി ട്രിപ്പാണ്, മനോഹരമായ സ്ഥലം. അപ്പോൾ ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാൽ അതുവരേക്കും ബൈ ബൈ.